ഹലോ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളിങ്ങനെ റീൽസ് കണ്ടിട്ട് കൊതിച്ച് അപ്പം തന്നെ അല്ലെങ്കിലും കാത്ത് വെച്ച് പോകുന്ന ഒരു സന്തോഷമുള്ളൊരു ഈവനിങ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റീൽസ് കാണുമ്പോഴും ഈ പഴംപൊരിയും ബീഫും ഈ സംഭവം ഞാൻ കഴിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്നൊരു മീറ്റപ്പിൽ കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആസ്വദിച്ച് കഴിക്കാനുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഖത്തറിലത്തെ ഒരു റീൽസ് കാണുമ്പോൾ ഞാനിങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് ഇക്കാക്ക്. അതിന് ഞങ്ങളൊരു 2-3 മാസമായിട്ട് നോക്കി വെച്ചിരുന്നതാണ് പഴംപൊരിയും ബീഫും കഴിക്കണം എന്നുള്ളൊരിത്. അങ്ങനെയാണ് ഞങ്ങൾ സർബത്ത് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ കണ്ടത്. അവിടെ പോയാൽ ഇങ്ങനെ ഇത്ര അതും ഭയങ്കര റേറ്റ് കുറവിന് കോംബോ ആയിട്ട് ചായ അടക്കം പഴംപൊരിയും ബീഫും ചായയും കൂടിയിട്ട് അങ്ങനെ കോംബോ 7 റിയാലിന്. അപ്പോൾ അതങ്ങനെ ട്രൈ ചെയ്താലും വെച്ചാൽ കുറേ ദിവസമായി കാത്തിക്കണം, പക്ഷെ പോകാൻ പറ്റിയില്ല. ആ ദിവസം ഇന്നാണ് എനിക്ക് പോകാൻ പറ്റിയത്. അപ്പോൾ ചിക്കനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇറങ്ങാനാവുമ്പോൾ എനിക്ക് തുണി ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനപ്പോഴേക്കും ഷർട്ടും ട്രൗസറും ഒക്കെ മാറ്റും. എന്നിട്ട് കാറിൽ കയറിയിട്ടാണ് ഞാൻ ഇടിക്കാറ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു 7-8 മണിയോടെ ഇറങ്ങിയിട്ടാണ്. അന്ന് ഈ പറഞ്ഞ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇക്കാക്ക് കിടക്കണം, പിറ്റേ ദിവസം രാവിലെ പോകേണ്ടതൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ പോകുന്നുണ്ട്. കുറച്ച് അടുത്താണ്, എന്നാൽ കുറച്ച് ലോങ്ങുമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ സർബത്ത് എന്നുള്ള റെസ്റ്റോറൻ്റാണ്. സംഭവം വലിയൊരു കട ഒന്നല്ലെങ്കിലും തിരക്കുണ്ട്. എന്താ വെച്ചാൽ നമുക്കൊരു ഫീഡ്ബാക്ക് പറയുന്നുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ട്. ഫുഡും അടിപൊളിയാണ്. പിന്നെ അവിടെ ഒരുപാട് അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഈ ഒരു സംഭവം കഴിക്കുക പ്ലസ് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനും കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അതിനൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ പോയ നേരത്തെ തന്നെ ഞങ്ങളത് കയറി സീറ്റിലിരുന്നു. ഓൾറെഡി വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പഴംപൊരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം അത് വേഗം തീരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സെറ്റ് പഴംപൊരിയും ബീഫ് കറിയും ആണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ ചായയും കിട്ടും. അപ്പോൾ 2 ചായയുള്ള കിട്ടുക, 2 സെറ്റ് പറഞ്ഞാലും കൊണ്ട്. അത് കഴിയുമ്പോൾ ഫതുവാക്ക് പഴംപൊരിയും ബീഫും കഴിക്കാൻ ഇഷ്ടമില്ല എന്നാണ്. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എനിക്ക് അയാളായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് തക്കാരിപ്പൊതിയാണ്, അങ്ങനത്തെ സംഭവമുണ്ട്. അതിൽ വെച്ചാൽ നൂൽ പൊറോട്ട, ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കുറുമ, ബീഫ് ഫ്രൈ, തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് ആ ഒരു സംഭവം ഞാൻ ഈ വീഡിയോയിൽ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഴംപൊരിയും ബീഫും വന്നിട്ടോ. അപ്പോൾ ഞാൻ ഒരു മീറ്റപ്പിന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നല്ലാണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല. അതിനായിട്ട് നോയിട്ട് എത്തി കഴിക്കേണ്ട കഴിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ ഒരു പഴത്തിൻ്റെ മധുരപ്പും ഈ എരിവും കൂടി കുഴപ്പമില്ല എന്തായാലും. പിന്നെ നമ്മൾ പറഞ്ഞ തക്കാരപ്പൊതി ഉണ്ടത്, ഇത് ഓപ്പൺ ചെയ്ത് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണ് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനും നോക്കി, എനിക്ക് പറ്റിയില്ല. ലാസ്റ്റ് എനിക്ക് രണ്ടും കൽപ്പിച്ച് ഓപ്പൺ ചെയ്യണ്ട. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് 3 പൊറോട്ട ഉണ്ട്, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് 3 കഴിക്കാനുള്ളതുണ്ട്. പഴംപൊരി ബീഫും ജസ്റ്റ് ഒന്ന് കഴിച്ചല്ലോ ഉള്ളൂ. ഞങ്ങൾക്ക് 3 ലാവിഷായിട്ട് കഴിക്കാൻ അതുണ്ടായിരുന്നു. ആ ഒരു മുട്ട പുഴുങ്ങിയതും ഉണ്ടായിരുന്നു കേട്ടോ, പറയാൻ വിട്ടുപോയി. മുട്ട പുഴുങ്ങിയതും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കുറുമയും ബീഫ് കറിയും ബീഫ് ഫ്രൈ ആണെന്ന് തോന്നുന്നു. അതെല്ലാം കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊക്കെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതും കഴിച്ചു. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ ഖത്തറിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹ്യൂമിഡിറ്റിയും ചൂടും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഫ്രഷ് ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് ചോദിക്കിയപ്പോൾ അവിടെ സ്പെഷ്യൽ സർബത്തുകളുണ്ട്. പച്ചമാങ്ങ സർബത്ത്, പൈനാപ്പിൾ സർബത്ത്. അപ്പോൾ അതിൽ നിന്ന് ഓരോന്നും എടുക്കാൻ പറഞ്ഞു. പക്ഷേ പച്ചമുളക് കണ്ടല്ലോ നിങ്ങൾ, ആ ഒരു എരിവും കൂടി ഉണ്ടായിരുന്നു. ഒരു കണക്കിനാണ് കുടിച്ചത്. എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, പേയ്മെൻറ്റ് അടച്ചു. ഇതാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ ബൈ ബൈ.